ഹനീഫാക്ക, നമ്മളിപ്പം ഓൾമോസ്റ്റ് 2 മാസത്തോളമായി ചികിത്സ ചെയ്യുന്നു. അപ്പം വന്നതിന് ശേഷം ആദ്യത്തെ അവസ്ഥയും ഇപ്പോഴത്തെ അവസ്ഥയും എന്ത് തോന്നുന്നു? സെൽഫായിട്ട് ഹനീഫാക്കയ്ക്ക് ഇപ്പം എന്തൊക്കെ മാറ്റങ്ങളാണ് ഫീൽ ചെയ്യുന്നത്? ഒരു കോൺഫിഡൻസ് ആയോ? എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പറഞ്ഞാൽ ഞാൻ വന്നതിലും ഒരുപാടധികം മാറ്റങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. കാരണം ഒരു പ്രശ്നമോ 2 പ്രശ്നമോ ആയിരുന്നില്ല ഉണ്ടായിരുന്നത്. കാരണം ഞാൻ അറിയാലോ, ഡോക്ടർക്ക് അറിയാം, ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഒരു ചെറിയ ആക്സിഡൻറ്റ് ഒരു 10-15 വർഷം മുമ്പ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു കാര്യത്തിനും എനിക്ക് കോൺഫിഡൻസ് ഒരുപാട്. ഇപ്പോൾ ഞാൻ ഒരുപാട് മാറ്റം തന്നെ ഏകദേശം ഒരു 70% ഞാൻ ഒരുപാട് മാറ്റം എനിക്കുണ്ട് എന്നുള്ളത് അറിയാൻ പറ്റുന്നുണ്ട്. കാരണം ആദ്യമൊക്കെ കുറച്ച് നടക്കുമ്പോഴത്തേക്കും എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റില്ല, കുറച്ച് സംസാരിക്കുമ്പോഴത്തേക്കും ഇതേപോലെ കുറച്ച് നിർത്തിയിട്ട് സംസാരിക്കണം, അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വളരെ ഹാപ്പിയാണ്. ഹാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ കുറച്ച് നേരത്തെ ഇതേ ട്രീറ്റ്മെൻറ്റ് ചെയ്തില്ല, അല്ലെങ്കിൽ ഇത് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള ഒരു ഇത് ചില സമയത്തൊക്കെ തോന്നിപ്പോവാ. അങ്ങനത്തെ ഒരു ഇത് തോന്നൽ വരാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിവിടെ ദുബായിലാണ്, ഞാൻ നാട്ടിലാണ്. ഇപ്പോൾ ഇങ്ങോട്ട് വരാൻ ആ സമയമായപ്പോൾ ഞാനിവിടെ എത്തിയപ്പോൾ പോയിട്ട് നോക്കിയെന്ന് പറഞ്ഞാൽ നോക്കിയത് കുറച്ച് നേരം വൈകിപ്പോയി എന്നുള്ള ഒരിതാണ് ഇപ്പോൾ തോന്നുന്നത്. എന്നാലും ഇപ്പോൾ ഏകദേശം എന്താ പറയുക 70% ഞാൻ ഓക്കെയാണ്. ആദ്യം ഒരുപാട് വേദനകൾ, മുട്ടിന് വേദന, നമ്മൾ ഇടുപ്പിന് വേദന, നടുവേദന ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റം എന്ന് പറഞ്ഞാൽ ഒരുപാട് മാറ്റം. വയറിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇനിയിപ്പോൾ ഇത് എടുത്തു നോക്കാം, ഇതാണ് ഇപ്പം ഞാൻ ഇങ്ങനെ ഇരുന്നിരുന്നു. ഞാൻ ഇപ്പം ഇതാണ് ഞാനായത്. ഡോക്ടർ എന്തെന്നെ പറയാമല്ലോ, നമ്മൾ പറയുമ്പോൾ അങ്ങനെ തന്നെ പറയണം, ഡോക്ടറൊന്നും തോന്നരുത്, അങ്ങനെ പറഞ്ഞ് എന്നുള്ളൂ. അതും എനിക്കൊരുപാട് ആശ്വാസമാണ്. കുറച്ചെങ്കിലും കുറഞ്ഞിട്ടുണ്ടാവും. ഞാൻ വെയിറ്റ് നോക്കിയിട്ടില്ല, എന്നാലും എല്ലാവരും പറയും നല്ല കുറഞ്ഞല്ലോ എന്ന് എല്ലാവരും ഇങ്ങനെ പറയുന്നു. കാണുന്നവർക്കുള്ള അറിയുള്ളൂ. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം 2 മാസം മരുന്ന് കഴിച്ചു. ഇനിയിപ്പോൾ ഇതും കൂടെ 1 മാസം കൂടി കഴിച്ചാൽ ഉഷാറാവുന്നുള്ളതിൽ ഒരു വിശ്വാസമുണ്ട്. എന്തായാലും ഞാൻ ചിലപ്പോൾ ഒരു മാസത്തിന് ശേഷം തന്നെ ഇങ്ങോട്ട് വരണം എന്നുള്ളൊരു പ്ലാനിലാണുള്ളത്. അതേപോലെ തന്നെ ഞാൻ ചില സമയത്ത് ഇങ്ങനെ ആലോചിക്കും, എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് ഇതേപോലെ. ഇവിടെ ഇപ്പോൾ നാട്ടിലാണെങ്കിലും ശരി, ഇവിടെ ആണെങ്കിലും ശരി, പുറത്ത് പോയിട്ട് നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് 1-2 മാസം പണിയെടുത്തിട്ട് ഇവർക്ക് വയ്യാണ്ടാവും, സുഖമില്ലാണ്ടായി കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യും, നേരെ തിരിച്ച് ഇത്രയും കാശ് മുടക്കി ഇവിടെ വന്നിട്ട് നാട്ടിലേക്ക് പോകും. അങ്ങനെയുള്ള ആളുകളോട് പറയാനുള്ളത്, ഇപ്പോൾ ഞാൻ ഡോക്ടറെ അടുത്ത് പറയണം, അങ്ങനെയുള്ള ആളുകൾ ഇവിടെ പറയാനുള്ളൊരു സംഭവം എന്താ വെച്ചാൽ അവർക്കൊക്കെ ഒരുപാട് ആശ്വാസം തരുന്ന ഒരു സ്ഥലമാണ് ഇത് എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അത് കാരണം ഇത് അറിയാത്ത ആളുകളിലേക്ക് എങ്ങനെ എത്തിക്കുന്നുള്ളത് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. എന്നാലും നമ്മൾ പറഞ്ഞത് ആരെങ്കിലും മുഖാന്തരം ഇത് അറിയണം എന്നുള്ളൊരു വിശ്വാസം കൂടെ ഉണ്ട്. അറിഞ്ഞിട്ട് വരുന്ന ആളുകൾക്ക് ഒരുപാട് ആശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ വിശ്വാസം വെച്ചിട്ട് നമ്മൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടൊരു ജോലിക്ക് വരുന്ന സമയത്ത് വളരെ പ്രയാസപ്പെട്ട് ഇവിടെ വരും. ഇവിടെ വന്നു കഴിഞ്ഞാൽ 1-2 മാസം ജോലി ചെയ്യുമ്പോൾ അവിടെ നടുവേദന, ഇത് വേദന എന്ന് തിരിച്ച് നാട്ടിലേക്ക് തന്നെ ഒരുപാട് നാട്ടിലേക്ക് പോകും. ചിലർ ചിന്തിക്കും ഇവിടെ ചിലവ്, നമുക്ക് ഒരുപാട് ചിലവല്ലേ എന്ന് ചിന്തിക്കും. പറഞ്ഞു കൊടുക്കാനൊരു ആളുകൾ ഉണ്ടായിരിക്കില്ല. പക്ഷെ അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് ഒരുപാട് ഉപകാരം ഇവിടെ ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നത്.